ഏവർക്കും അഡ്വോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികളെ കുറിച്ചാണ് പഠിക്കുന്നത്. എന്റെ പേര് അശ്വിൻ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കമ്മിറ്റികളെ നമുക്ക് പ്രധാനമായും രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് മേജർ കമ്മിറ്റികൾ, രണ്ട് മൈനർ കമ്മിറ്റികൾ. എന്തൊക്കെയാണ് മേജർ കമ്മിറ്റികളും മൈനർ കമ്മിറ്റികളും? ഈ കമ്മിറ്റികൾ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമ്മുടെ തലയിൽ നിൽക്കത്തുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ കമ്മിറ്റികളുടെ പേരുണ്ട്, കുറെ ആൾക്കാരുടെ പേരുണ്ട്. ചെറുതായിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്ത് പഠിക്കാം. ബാക്കിയെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്തിരുന്ന് പഠിക്കണം, വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യണം കേട്ടോ. സോ ആദ്യം തന്നെ യൂണിയൻ പവർ കമ്മിറ്റി. യൂണിയൻ യൂണിയൻ എന്ന് കേട്ടാൽ നെഹ്റുവിനെ ഓർക്കണം. യൂണിയൻ നെഹ്റു. അപ്പൊ യൂണിയൻ പവർ കമ്മിറ്റി നെഹ്റു, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി നെഹ്റു. രണ്ടെണ്ണം പഠിച്ചല്ലോ. യൂണിയൻ പവർ കമ്മിറ്റി നെഹ്റു, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി നെഹ്റു. കൂടാതെ സ്റ്റേറ്റ്സ് കമ്മിറ്റിയും നെഹ്റു. അപ്പോ യൂണിയനും സ്റ്റേറ്റും പഠിച്ചല്ലോ. യൂണിയൻ പവർ കമ്മിറ്റി നെഹ്റു, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി നെഹ്റു, സ്റ്റേറ്റ്സ് കമ്മിറ്റി നെഹ്റു. മൂന്നെണ്ണം പഠിച്ചല്ലോ. ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ ഭരണഘടനയുടെ അധ്യക്ഷൻ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ലെ. സോ അധ്യക്ഷനല്ലേ സ്റ്റിയർ ചെയ്യുന്നത് അല്ലെ, സ്റ്റിയറിംഗ്. സോ സ്റ്റിയറിംഗ് കമ്മീഷൻ ആരാണ്? നമ്മുടെ രാജേന്ദ്ര പ്രസാദ് കേട്ടോ. സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ്. അപ്പൊ 4 പഠിച്ചല്ലോ. ക്ലിയർ അല്ലേ? മേജർ കമ്മിറ്റികൾ ഏകദേശം 8 ഉണ്ട്. അതിന് 4 പഠിച്ചു കഴിഞ്ഞു. നോക്കാം. യൂണിയൻ പവർ കമ്മിറ്റി നെഹ്റു, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി നെഹ്റു, സ്റ്റേറ്റ്സ് കമ്മിറ്റി നെഹ്റു. 3 ക്ലിയർ ആയില്ലേ? 4മത്തെയോ സ്റ്റിയറിംഗ് കമ്മിറ്റി രാജേന്ദ്ര പ്രസാദ്. 4 ഓക്കെ ആണല്ലോ. അടുത്തത് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി പട്ടേൽ. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, അതായത് സ്റ്റേറ്റ്സ് കമ്മിറ്റി നെഹ്റു ഉണ്ട്, ഈ രാജേന്ദ്ര പ്രസാദ് സ്റ്റിയറിംഗ് കമ്മിറ്റിയും റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയും ഉണ്ട്. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി അത് നമ്മൾ പറയാൻ പറ്റുപോയി. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയും രാജേന്ദ്ര പ്രസാദ് ഉണ്ട്. 2 രാജേന്ദ്ര പ്രസാദ് ഉണ്ട്. സ്റ്റിയറിംഗ് കമ്മിറ്റിയും റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയും ഉണ്ട്. ഇത് കൂടാതെ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയാണ് പട്ടേൽ. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആരാ? നെഹ്റു. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആരാ? പട്ടേൽ. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി നെഹ്റു, പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി പട്ടേൽ. പഠിച്ചു നോക്കിയാ 6 കമ്മിറ്റികളായി അല്ലെ. 1 2 3 4 5 6 കമ്മിറ്റികളായി. ഏതൊക്കെയാ? യൂണിയൻ പവർ കമ്മിറ്റി നെഹ്റു. കൂടെ പറയാൻ ശ്രമിക്കുക കേട്ടോ. യൂണിയൻ പവർ കമ്മിറ്റി നെഹ്റു, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി നെഹ്റു, സ്റ്റേറ്റ് കമ്മിറ്റി നെഹ്റു. 3 പഠിച്ചു. ഓക്കെ ആണല്ലോ. ദെൻ സ്റ്റിയറിംഗ് കമ്മിറ്റി രാജേന്ദ്ര പ്രസാദ്. രാജേന്ദ്ര പ്രസാദിന്റെ തന്നെ മറ്റൊരു കമ്മിറ്റിയാണ് റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി. എന്താണ് റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി? ഇതിന്റെ മലയാളം എന്താണെന്ന് വെച്ചാൽ മലയാളം ഇത് തന്നെയാ. ഇങ്ങനെ തന്നെയാണ് നമ്മുടെ പുസ്തകങ്ങൾ എല്ലായിടത്തും കാണുന്നുള്ളൂ. സോ ഈ രീതിയിൽ തന്നെയാണ് PSC ചോദിക്കുള്ളൂ കേട്ടോ. സോ ഇതിന്റെയൊക്കെ മലയാളം വെട്ടിക്കീറി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഓക്കെ. സോ റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി എന്ന് പറയപ്പെടുന്നത് രാജേന്ദ്ര പ്രസാദ് ആണ്. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി പട്ടേലാണ്. അപ്പൊ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയോ നെഹ്റു ആണ് അല്ലെ. സ്റ്റേറ്റ്സ് കമ്മിറ്റിയോ നെഹ്റു ആണ് അല്ലെ. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയോ രാജേന്ദ്ര പ്രസാദ് ആണ്. ശരിയല്ലേ? ഇങ്ങനെ മറിച്ചും തിരിച്ചൊക്കെ ചോദിച്ച് പഠിക്കുക കേട്ടോ. അപ്പോ 6 സെറ്റായി. 7മത്തെ നോക്കൂ, പട്ടേലിന്റെ തന്നെയാണ്. അതൊരൊറ്റ കമ്മിറ്റി ആയിട്ട് വലിയൊരു മേജർ കമ്മിറ്റിക്ക് സബ് കമ്മിറ്റികളും ഉണ്ട്. ആ വലിയ കമ്മിറ്റി എന്ന് പറയപ്പെടുന്നത് എന്താ? ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ, അതോടൊപ്പം മൈനോറിറ്റീസ്. ഏതൊക്കെയാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൈനോറിറ്റീസ്. ഇത്രയും ചില പുസ്തകങ്ങൾ നിങ്ങൾ കാണും. അതോടൊപ്പം തന്നെ ടോട്ടൽ 5 പ്രൊവിഷൻസ് ഉണ്ടായിരുന്നു പട്ടേലിന്റെ കമ്മിറ്റിക്ക്. 5 ഏതൊക്കെയാ? 1 ഫണ്ടമെന്റൽ റൈറ്റ്, 2 മൈനോറിറ്റീസ് കമ്മിറ്റി, പിന്നെ 1 NEFT. എന്താ? നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ ട്രൈബൽ ഏരിയാസ്. എന്താണ്? നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ ട്രൈബൽ ഏരിയാസ്. അതുപോലെ തന്നെ എക്സ്ക്ലൂഡിംഗ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡിംഗ് ഏരിയാസ്. ഈ എക്സ്ക്ലൂഡിംഗ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡിംഗ് ഏരിയാസ് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായി തന്നെ നിൽക്കുന്ന നോർത്ത് ഈസ്റ്റേൺ സൈഡിലുള്ള ആസാം അതുപോലെ നാഗാലാൻഡ് പോലെയുള്ള നോർത്ത് ഈസ്റ്റേൺ ഫ്രണ്ടിയർ ട്രൈബൽ ഏരിയയിൽ പെടാത്ത ചില ഏരിയകളുണ്ട്. ഇപ്പോഴല്ലേ നമുക്ക് കറക്റ്റ് സംസ്ഥാനങ്ങളുള്ളൂ, അന്ന് ഏരിയകളല്ലേ. അവിടെയുള്ള ചില ഏരിയകളെ അന്ന് വിശേഷിപ്പിച്ചിരുന്നത് എക്സ്ക്ലൂഡിംഗ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡിംഗ് ഏരിയാസ് എന്നാണ് വിളിച്ചിരുന്നത്. അങ്ങനെ എക്സ്ക്ലൂഡിംഗ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡിംഗ് ഏരിയാസ് അസമിനകത്തും ഉണ്ടായിരുന്നു, അസമിന് പുറത്തും ഉണ്ടായിരുന്നു. ഈ അസമിനകത്തുള്ള ഈ എക്സ്ക്ലൂഡിംഗ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡിംഗ് ഏരിയ ഈ NEFTയുടെ കൂടെയുള്ള കമ്മിറ്റി ആയിരുന്നു. NEFT എന്ന് പറയുന്നത് എന്താ? നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ ട്രൈബൽ ഏരിയ.
അതോടൊപ്പം തന്നെ എക്സ്ക്ലൂഡിങ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡിങ് ഏരിയാസിലെ അസം ഉൾപ്പെടെയുള്ള ഭാഗങ്ങള് ഈ ഒരു കമ്മിറ്റിയുടെ കൂടെ, ഈ സബ് കമ്മിറ്റിയുടെ കൂടെയും, അസം ഒഴികെയുള്ള എക്സ്ക്ലൂഡിങ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡിങ് ഏരിയാസിന് ഒരു സബ് കമ്മിറ്റി. മനസ്സിലായോ? അതായത് എക്സ്ക്ലൂഡിങ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡിങ് ഏരിയയെ രണ്ടായിട്ട് തിരിച്ചു. അസം ഉൾപ്പെടെയുള്ള ഭാഗത്ത് ഈ NEFTയുടെ കൂട്ടം ചേർത്തു. അസം ഇല്ലാത്ത എക്സ്ക്ലൂഡിങ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡിങ് ഏരിയാസ് ഒറ്റ സബ് കമ്മിറ്റി ആയിട്ട് നിന്നു. ഇതുകൂടാതെ NWFT ഉണ്ട്, നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ ട്രൈബൽ ഏരിയ. നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ ട്രൈബൽ ഏരിയ, ബലൂചിസ്ഥാൻ പോലെയുള്ള ഭാഗങ്ങളൊക്കെ കൂടി ചേരുന്ന NWFT എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടായിരുന്നു. അതിനൊരു സബ് കമ്മിറ്റി. അപ്പൊ 5 സബ് കമ്മിറ്റികൾ ഉണ്ടായി. അപ്പൊ പട്ടേലിന്റെ അണ്ടറില് 5 വിഷയങ്ങളില് 5 കാര്യങ്ങളെ കുറിച്ച് ഒരുമിച്ച് ഒരു കമ്മിറ്റി, മേജർ കമ്മിറ്റി, അതിന്റെ ഹെഡ് പട്ടേലായിരുന്നു. ഈ 5 കാര്യങ്ങൾക്കും 5 സബ് കമ്മിറ്റികളായിട്ട് തിരിച്ചു. അതിൽ ആദ്യത്തെ സബ് കമ്മിറ്റി ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ സബ് കമ്മിറ്റി, അതിന്റെ അധ്യക്ഷൻ JB കൃപലാനി. മൗലികാവകാശങ്ങളുടെ സബ് കമ്മിറ്റിയുടെ തലവനായിരുന്നു JB കൃപലാനി. പഠിച്ചല്ലോ. മൈനോറിറ്റീസ് കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ പട്ടേല്. എന്നാൽ മൈനോറിറ്റീസിന്റെ സബ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ HC മുഖർജി. പഠിക്കുക. മൈനോറിറ്റീസിന്റെ സബ് കമ്മിറ്റി, കമ്മിറ്റി ചോദിച്ചാൽ പട്ടേല്, സബ് കമ്മിറ്റി ചോദിച്ചാൽ HC മുഖർജി. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കമ്മിറ്റി ചോദിച്ചാൽ പട്ടേല്, സബ് കമ്മിറ്റി ചോദിച്ചാൽ JB കൃപലാനി. NEFT, നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ ട്രൈബൽ ഏരിയയുടെ കമ്മിറ്റിയുടെ തലവൻ പട്ടേലും അതിന്റെ സബ് കമ്മിറ്റി ബർദോളി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഗോപിനാഥ് ബർദോളി അല്ലെ? കേട്ടിട്ടില്ലേ? ഗോപിനാഥ് ബർദോളി എന്ന് കേട്ടിട്ടില്ലേ? ഗോപിനാഥ് ബർദോളി. മനസ്സിലായോ? അതുപോലെ എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസ് അസം ഉൾപ്പെടെയുള്ള ഭാഗമാണെങ്കിൽ ഈ ബർദോളിയുടെ അണ്ടറിൽ തന്നെയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു. അസം ഇല്ലാതെയുള്ള എക്സ്ക്ലൂഡിങ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡിങ് ഏരിയാസിന്റെ സബ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ AV താക്കൂർ ആണ്. ഈ എക്സ്ക്ലൂഡിങ് ആൻഡ് പാർഷ്യൽ എക്സ്ക്ലൂഡിങ് ഏരിയാസും NEFT, NWFT ഒന്നും സാധാരണ PSC പുസ്തകങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇതെല്ലാം ലക്ഷ്മികാന്തിന്റെ പുസ്തകങ്ങളിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഭാവിയിൽ PSC ചോദിച്ചേക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ്. അതുകൊണ്ടാണ് ഇന്നേ വരെ ചോദിച്ചിട്ടില്ല, പക്ഷെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളായതുകൊണ്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ. അടുത്ത NWFT എന്ന് പറയുന്നത് എന്താ? നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ ട്രൈബൽ ഏരിയാസാ. ഈ ഏരിയാസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ എന്ന് പറയുമ്പോൾ ഏതാ ഭാഗം നിങ്ങൾക്ക് അറിയാം? നോർത്ത് വെസ്റ്റേൺ ബലൂചിസ്ഥാൻ, പാകിസ്ഥാന്റെ ഭാഗങ്ങളാണ്. സോ ആ ഭാഗങ്ങളെല്ലാം പിന്നീട് ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടിഷൻ വന്നപ്പോൾ ഇന്ത്യയോട് ലയിക്കാതെ പാകിസ്ഥാനിലേക്ക് നിന്നതുകൊണ്ട് അവിടെ സബ് കമ്മിറ്റി എന്ത് ചെയ്തില്ല, വലിയ കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. മാത്രമല്ല ഇതിന്റെ ചെയർമാൻ ആരായിരുന്നു എന്ന് ഒരു ഡാറ്റയിലും കാണാനില്ല. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുമായി ബന്ധപ്പെട്ടുള്ള പല പുസ്തകങ്ങളിലും ഇല്ല. ഈവൻ നമ്മുടെ ലക്ഷ്മികാന്തിന്റെ പുസ്തകങ്ങളിലാണെങ്കിൽ പോലും cannot be find എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചേക്കുക. അത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ആരാണ് അതിന്റെ ചെയർമാൻ ആയിരുന്നത് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കുക. അപ്പൊ PSC ഒരിക്കലും ചോദിക്കാൻ പോണില്ല. ഓക്കെ. സോ നമ്മൾ ആദ്യം 6 പഠിച്ചു. ഒന്ന് നമുക്ക് റിവൈസ് ചെയ്യാം. യൂണിയൻ പവർ കമ്മിറ്റി നെഹ്റു, സ്റ്റേറ്റ് കമ്മിറ്റി യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി നെഹ്റു, സ്റ്റേറ്റ്സ് കമ്മിറ്റി നെഹ്റു 3 നോക്കിയല്ലേ. സ്റ്റിയറിംഗ് കമ്മിറ്റി രാജേന്ദ്ര പ്രസാദ്, റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി രാജേന്ദ്ര പ്രസാദ്, പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി പട്ടേൽ. ഈ പട്ടേലിന്റെ വലിയൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൈനോറിറ്റീസ്, നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് ഫ്രണ്ടിയർ ട്രൈബൽ ഏരിയ, അതുപോലെ എക്സ്ക്ലൂഡിംഗ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡിംഗ് ട്രൈബൽ ഏരിയാസ്, നോർത്ത് വെസ്റ്റേൺ ഫ്രണ്ടിയർ ട്രൈബൽ ഏരിയാസ്. ഇതിനെ തന്നെ ഈ 5 എണ്ണത്തിനും 5 സബ് കമ്മിറ്റികളായിരുന്നു. ഇതിന് ഓരോരോ ചെയർമാൻമാരുണ്ടായിരുന്നു. ഫണ്ടമെന്റൽ റൈറ്റ്സിന് JB കൃപലാനി, മൈനോറിറ്റീസിന് HC മുഖർജി, NEFTക്ക് ബർദോളി, അതുപോലെ തന്നെ എക്സ്ക്ലൂഡിംഗ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡിംഗ് ഏരിയാസിനെ ട്രൈബൽ ഏരിയാസിനെ AV താക്കൂറും, NWFTക്ക് നമുക്ക് ചെയർമാൻ ഉണ്ടായിരുന്നില്ല. ഇത്രയും ക്ലിയർ ആണല്ലോ. ഓക്കെ അല്ലെ? ഇനി അപ്പോ 7 കമ്മിറ്റിയുടെ 1, 2, 3, 4, 5, 6, 7 പട്ടേലിൽ ഇതെല്ലാം കൂട്ടിയിട്ട് ഒറ്റ മേജർ കമ്മിറ്റി. അപ്പൊ ഇങ്ങനെ 7 മേജർ കമ്മിറ്റിയായി. ഡോക്ടർ BR അംബേദ്കർ അല്ലെ, ഡോക്ടർ BR അംബേദ്കർ നമ്മുടെ ഭരണഘടനയുടെ ശില്പി, ഭരണഘടനയുടെ പിതാവ് എന്നെല്ലാം അറിയപ്പെടുന്ന ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ഇതിന്റെ ഡേറ്റ് നിങ്ങൾക്കറിയാം. 1947 ഓഗസ്റ്റ് 29-ാം തീയതിയാണ് ഇത് രൂപീകരിച്ചതെന്ന് നിങ്ങൾക്കറിയാം. ഇതിൽ 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് ഇതെല്ലാം നമ്മൾ പഠിച്ചതാ അല്ലെ. 7 അംഗങ്ങൾ ഉണ്ടായിരുന്നു. 7 അല്ല, മൊത്തത്തിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ശരിക്കും 9 അംഗങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ശരിക്കും അതിന്റെ മെമ്പർഷിപ്പ് എത്രയാണെന്ന് ചോദിച്ചാൽ 7 ഉള്ളൂ. അതെങ്ങനെ പറ്റണേ? 7 എണ്ണത്തില് ഒരാൾ രാജിവെച്ചു, ഒരാൾ മരിച്ചു. അപ്പൊ ഇവർക്ക് പകരം 2 പേരും കൂടി വന്നു. അപ്പൊ ടോട്ടൽ എപ്പോഴും 7 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒരാൾ രാജിവെച്ചു പോയി, പകരം ഒരാൾ വന്നു. പെട്ടായില്. പക്ഷെ മെമ്പേഴ്സിന്റെ എണ്ണം 7 തന്നെ.
ഒരാൾ മരിച്ചു, പകരം ഒരാൾ വന്നു, പകരം റീപ്ലേസ് ചെയ്യുന്ന 2 പേരും കൂടി വന്നു. അങ്ങനെ ടോട്ടൽ 9 പേര് ഉണ്ട്. പഠിച്ചു വെക്കുക. അംബേദ്കർ ഒരാൾ പഠിച്ചല്ലോ. രണ്ടാമത്തെ ആള് പഠിക്കുക എൻ ഗോപാലസ്വാമി അയ്യങ്കാർ. എൻ ഗോപാലസ്വാമി അയ്യങ്കാർ. എൻ ഗോപാലസ്വാമി അയ്യങ്കാർ. ഇത് പഠിക്കണം കേട്ടോ. കാരണം എന്താ ചിലപ്പോ ഇനി അങ്ങോട്ടുള്ള എക്സാമുകളില് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തവർ ആരെല്ലാം എന്നെല്ലാം ചോദിച്ച് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം. ഒരു 5-8 പേരെ പേര് വന്നിട്ട് 2, 3, 4 എന്നിവ 1, 2, 3 എന്നിവർ മുകളിൽ കൊടുത്തവരെല്ലാം അങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാം. സോ പഠിച്ചു വെക്കുക. എൻ ഗോപാലസ്വാമി അയ്യങ്കാർ. അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. അപ്പൊ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, KM മുൻഷി. KM മുൻഷി. KM മുൻഷി. അപ്പൊ ആരൊക്കെയാ? എൻ ഗോപാലസ്വാമി അയ്യങ്കാർ. ഡോക്ടർ BR അംബേദ്കർ ഒരാളെ പഠിച്ചല്ലോ. ഡോക്ടർ BR അംബേദ്കർ. അടുത്ത് എൻ ഗോപാലസ്വാമി അയ്യങ്കാർ. എൻ ഗോപാലസ്വാമി അയ്യങ്കാർ. മൂന്നാമത്തെ ആള് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. 4 KM മുൻഷി. KM മുൻഷി. 4 പേരായില്ലേ. 5 സയ്യിദ് മുഹമ്മദ് സാദുള്ള. സയ്യിദ് മുഹമ്മദ് സാദുള്ള. സയ്യിദ് മുഹമ്മദ് സാദുള്ള. സാദുള്ള എന്നെങ്കിലും പഠിച്ചു വെക്കാം. സാദുള്ള. അപ്പൊ ആരൊക്കെ പഠിച്ചു? അംബേദ്കറെ പഠിച്ചു, അയ്യങ്കാറെ പഠിച്ചു, അയ്യറിനെ പഠിച്ചു, മുൻഷിയെ പഠിച്ചു, സാദുള്ളയെ പഠിച്ചു. ഇനി മിത്തർ എന്ന് പറയുന്ന ആളായിരുന്നു ഉണ്ടായിരുന്നത്. BL മിത്തർ. BL മിത്തർ എന്ത് ചെയ്തു? രാജിവെച്ചതിനെ തുടർന്ന് എൻ മാധവറാവു വന്നു. ഓക്കെ, BL മിത്തർ രാജിവെച്ചതിനെ തുടർന്ന് എൻ മാധവറാവു എന്ത് ചെയ്യുന്നു? നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലേക്ക് വരുന്നു. അതുപോലെ തന്നെ DP കെയ്ത്താൻ അന്തരിച്ചതിനെ തുടർന്ന് DP കെയ്ത്താൻ ഉണ്ടായിരുന്നു. DP കെയ്ത്താൻ എന്ത് ചെയ്യുന്നു? അന്തരിക്കുന്നു. അതുകൊണ്ട് TT കൃഷ്ണമാചാരി വരുന്നു. TT കൃഷ്ണമാചാരി വരുന്നു. ക്ലിയർ ആണോ? ഒന്നുകൂടി പറയാം. അംബേദ്കർ ഒരാള്, പിന്നെ ആരാ? അയ്യങ്കാർ. മനസ്സിലോ? ഓർത്ത് നോക്കുക. അയ്യങ്കാർ എന്ന് പറയുന്ന ഒരാൾ. എൻ ഗോപാലസ്വാമി അയ്യങ്കാർ. പിന്നെ ഒരു സ്വാമിയുടെ അയ്യർ ഉണ്ട്. ഏതാ? അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ഓക്കെ, 3 പേരായില്ലേ. മുൻഷി, KM മുൻഷി. പിന്നെയോ ആലോചിച്ചോക്കോ, 5ാമത്തെ ആളാരായിരുന്നു? സാദുള്ള. അല്ലെ? സാദുള്ള. സാദുള്ള. സയ്യിദ് മുഹമ്മദ് സാദുള്ള. 6ാമത്തെ ആളാരായിരുന്നു? മിത്തറായിരുന്നു. മിച്ചർ എന്നൊക്കെ ആലോചിച്ചാൽ മതി കേട്ടോ. മിത്തറായിരുന്നു. മിത്തർ എന്ത് ചെയ്യുന്നു? രാജിവെക്കുന്നു. പകരം ആര് വന്നു? എൻ മാധവറാവു. മാധവറാവു. അതുപോലെ തന്നെ കെയ്ത്താൻ എന്ത് ചെയ്യുന്നു? മരിച്ചു, അന്തരിച്ചു. കെയ്ത്താൻ അല്ലെ? കെയ്ത്താൻ അന്തരിച്ചു. അപ്പൊ എന്ത് ചെയ്യുന്നു? TT കൃഷ്ണമാചാരി വരുന്നു. TT കൃഷ്ണമാചാരി വരുന്നു. ക്ലിയർ അല്ലേ? ഇത്രയും ആൾക്കാർ ക്ലിയർ അല്ലേ? ഏകദേശം 141 ദിവസമാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ മീറ്റിംഗ് കൂടിയത്. സെഷനുകൾ, പല സെഷനുകളായിട്ട് കൂടിയിട്ട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടന നിർമ്മിക്കുന്നതിന് വേണ്ടി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആകെ ഇരുന്ന ദിവസങ്ങൾ 141 ദിവസങ്ങളാണ്. ഇനി നസറുദ്ദീൻ അഹമ്മദ് കേട്ടിട്ടുണ്ടോ? നസറുദ്ദീൻ അഹമ്മദ് ആരാ? നസറുദ്ദീൻ അഹമ്മദ് ഓർമ്മയുണ്ടോ? നസറുദ്ദീൻ അഹമ്മദ് ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന പേര് കൊടുത്തത് ആരാണ്? നസറുദ്ദീൻ അഹമ്മദ് ആണ്. അപ്പോ മേജർ കമ്മിറ്റികൾ കഴിഞ്ഞു. 8 കമ്മിറ്റികൾ. യൂണിയൻ പവർ കമ്മിറ്റി നെഹ്റു. ഒപ്പം പറഞ്ഞു നോക്കൂ. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി നെഹ്റു. സ്റ്റേറ്റ് കമ്മിറ്റി നെഹ്റു. പിന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി രാജേന്ദ്ര പ്രസാദിന് ഒരെണ്ണം കൂടിയുണ്ട്. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി രാജേന്ദ്ര പ്രസാദ്. പിന്നെ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി പട്ടേലിന്റെ വലിയൊരു കമ്മിറ്റി ഉണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൈനോറിറ്റി, NEFT, എക്സ്ക്ലൂഡിംഗ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡിംഗ് ട്രൈബൽ ഏരിയാസ്, NWFT. ഇതിനൊക്കെ സബ് കമ്മിറ്റീസ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി 8 കമ്മിറ്റികൾ. ക്ലിയർ ആണല്ലോ? ഇനി മൈനോറിറ്റീസ് കമ്മിറ്റിയിലേക്ക് കിടക്കും. മൈനർ കമ്മിറ്റി, മൈനോറിറ്റീസ് അല്ല, മൈനോറിറ്റീസ് കമ്മിറ്റി പട്ടേലാണ്. പട്ടേലിന്റെ അതിന്റെ സബ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് HC മുഖർജി. ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി മൈനർ കമ്മിറ്റികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നോക്കൂ, ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി. നോക്കൂ, ഇവിടെ സ്റ്റിയറിംഗ് ചെയ്തത് ആരാ? രാജേന്ദ്ര പ്രസാദ്. ഈ രാജേന്ദ്ര പ്രസാദിന്റെ റൂൾസ് ഒക്കെ കൊണ്ടുവരണം. കാരണം എന്താ? ഇയാളെ ഹെഡ്. ആള് പുതിയ റൂൾസ് ഒക്കെ കൊണ്ടുവരുന്നു അല്ലെ? ആള് തന്നെ കുറെ റൂൾസ് ഒക്കെ കൊണ്ടുവന്നു. സ്റ്റിയർ ചെയ്തു, റൂൾസ് കൊണ്ടുവന്നു. ആള് തന്നെയാണ് ആരൊക്കെ സ്റ്റാഫ് ഇവിടെ വേണമെന്ന് തീരുമാനം ഞാനാ. കാരണം ഞാൻ മെയിൻ ഇവിടുത്തെ അല്ലെ. അപ്പൊ രാജേന്ദ്ര പ്രസാദ് തന്നെ സ്റ്റാഫ്, ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി ആരാ? രാജേന്ദ്ര പ്രസാദ്. ക്ലിയർ ആണല്ലോ? ഇനി ഞാൻ തന്നെ ഇവിടുത്തെ ഫ്ലാഗ് ഏതാണെന്ന് തീരുമാനിക്കുമെന്ന് ആര് പറയുന്നു? രാജേന്ദ്ര പ്രസാദ് പറയുന്നു. അങ്ങനെ അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ്. അഡ്ഹോക് എന്നുള്ള വേർഡിന്റെ മീനിങ് നിങ്ങൾക്ക് അറിയാം അല്ലെ? ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരാണ് അഡ്ഹോക് എന്നുള്ളത്. ഫോർ എ സ്പെഷ്യൽ പർപ്പസ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. സോ ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി രൂപീകരിക്കുന്ന ഒരു ടെമ്പററി കമ്മിറ്റിയാണ് അഡ്ഹോക് കമ്മിറ്റി എന്ന് പറയുന്നത്. സോ അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ്, ഇതിന്റെ അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ്. അപ്പൊ രാജേന്ദ്ര പ്രസാദ് ശരിക്കും 2 മേജർ കമ്മിറ്റി, 2 മൈനർ കമ്മിറ്റി. മേജർ കമ്മിറ്റി ഏതൊക്കെയാ? സ്റ്റിയറിംഗും റൂൾസ് ഓഫ് പ്രൊസീജിയറും. മൈനർ കമ്മിറ്റി ഏതൊക്കെയാ? ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റിയും അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗും. ക്ലിയർ അല്ലേ? ഇനി 2 അഡ്ഹോക് കമ്മിറ്റികളും കൂടി ഉണ്ടായിരുന്നു. 3 അഡ്ഹോക് കമ്മിറ്റികളുണ്ട്. 1 നാഷണൽ ഫ്ലാഗ്, 2 സുപ്രീം കോടതി, 3 സിറ്റിസൺഷിപ്പ്. ഇത് 2 ഒരേ ആളാ. എസ് വരദാചാരി. ആരാണ്? എസ് വരദാചാരി. ഈ എസ് വരദാചാരിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇദ്ദേഹം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലെ അംഗമായിരുന്നില്ല.
കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ അംഗമല്ലാത്ത ഒരാളെ ആയിരുന്നു സുപ്രീം കോർട്ടിന്റെ അഡ്ഹോക് കമ്മിറ്റിക്കും സിറ്റിസൺഷിപ്പിന്റെ അഡ്ഹോക് കമ്മിറ്റിയുടെയും അധ്യക്ഷനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, അതൊന്നും കാണാപ്പാടെ പഠിക്കാൻ വേണ്ടിയിട്ടല്ല, ജസ്റ്റ് പറഞ്ഞാൽ തോന്നുന്നു മാത്രം. സോ അഡ്ഹോക് കമ്മിറ്റി ഓൺ സുപ്രീം കോർട്ടും അഡ്ഹോക് കമ്മിറ്റി ഓൺ സിറ്റിസൺഷിപ്പും എസ് വരദാചാരി സുപ്രീം കോർട്ടും അതുപോലെ സിറ്റിസൺഷിപ്പും എസ് വരദാചാരി പഠിച്ചു വയ്ക്കാം. ഇനി ക്രെഡൻഷ്യൽ കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ക്രെഡൻഷ്യൽ കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ഇവിടെ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ഇവിടെ ഒന്നുണ്ടായിരുന്നു. എവിടെയാ? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗം അല്ലെ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായിരുന്ന അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ആയിരുന്നു ക്രെഡൻഷ്യൽ കമ്മിറ്റി. ക്രെഡൻഷ്യൽ അല്ലാടി കണ്ടോ? ക്രെഡൻഷ്യൽ കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ പഠിച്ചു വയ്ക്കുക. ഓർഡർ ഓഫ് ബിസിനസ് കെ എം മുൻഷി. ഓർഡർ ഓഫ് ബിസിനസ് കെ എം മുൻഷി. കെ എം മുൻഷി എവിടെ വന്നു? ഇതിനു മുമ്പ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ വന്നു അല്ലെ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ കെ എം മുൻഷി വന്നിട്ടുണ്ട്. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റിയിലും കെ എം മുൻഷി വന്നിട്ടുണ്ട്. ഈ കെ എം മുൻഷി തന്നെയാണ് നമ്മുടെ പ്രിയാമ്പിളിന്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിന്, ആമുഖത്തിന് ദേശീയ ജാതകം എന്ന് പറഞ്ഞത് അല്ലെ, ഹൊറോസ്കോപ്പ് എന്ന് വിശേഷിപ്പിച്ചത് കെ എം മുൻഷിയാണ്. സോ കെ എം മുൻഷി, അത് നിങ്ങൾ ആമുഖത്തിന്റെ ക്ലാസ്സിൽ പഠിക്കും കേട്ടോ. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ കെ എം മുൻഷി ആയിരുന്നു. മൈനർ കമ്മിറ്റികളാണ്. ഇനി ഫങ്ഷൻസിന്റെ കമ്മിറ്റി, ഈ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഫങ്ഷൻസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കമ്മിറ്റി ആയിരുന്നു. അതിലെ ജി വി മൗലങ്കാർ. നിങ്ങൾക്കറിയാം, ജി വി മൗലങ്കാർ എന്ന് പറഞ്ഞ ഇന്ത്യയുടെ ആദ്യത്തെ സ്പീക്കർ ആയിരുന്നു അല്ലെ. അപ്പൊ സ്പീക്കർ എന്താ ചെയ്യാ? അവിടുത്തെ ഫംഗ്ഷനെ നിയന്ത്രിക്കല്ലേ ചെയ്യുന്നത്. സോ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഫംഗ്ഷൻസിന്റെ ഹെഡ് ആരായിരുന്നു? ജി വി മൗലങ്കാർ ആയിരുന്നു. ഇനി ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ ഹൗസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. പട്ടാഭി സീതാരാമയ്യ അല്ലെ, പട്ടാഭിഷേകം എന്നൊക്കെ നമ്മൾ കേൾക്കില്ലേ ആ സിനിമയിലെ ജഗതി അല്ലെ. പട്ടാഭിഷേകത്തിന്റെ ആളാരാ? ആ വീടിന്റെ വലിയൊരു തറവാട്, ആ തറവാട്ടിലെ മെയിൻ ആയിട്ടുള്ള ആളാണ് പട്ടാഭിഷേകത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. സോ പട്ടാഭി സീതാരാമയ്യ ഹൗസ് കമ്മിറ്റി, ഈ വീടിന്റെ ആള് അല്ലെ. അങ്ങനെ പഠിച്ചു വെക്കുക കേട്ടോ. ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ. ഈ പട്ടാഭി സീതാരാമയ്യ ഹൗസ് കമ്മിറ്റി അല്ലേ. അപ്പൊ അവിടുത്തെ ചീഫ് അല്ലേ. ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ പഠിച്ചു വയ്ക്കാം. ഫിനാൻഷ്യൽ പ്രൊവിഷൻസ് ഓഫ് ദ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഫിനാൻഷ്യൽ പ്രൊവിഷൻസ് എന്ന് പറയുമ്പോൾ സർക്കാരുമായി റിലേറ്റ് ചെയ്തല്ലേ, സർക്കാർ. അപ്പൊ ഫിനാൻഷ്യൽ പ്രൊവിഷൻസ് ഓഫ് ദ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയപ്പെടുന്നത് ആ കമ്മിറ്റിയുടെ അധ്യക്ഷയാണ് നളിനി രഞ്ജൻ സർക്കാർ. പഠിച്ചു വെക്കുക. അടുത്ത ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മിറ്റിയുടെ അധ്യക്ഷയായിരുന്നു എസ് കെ ദർ. ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസിന്റെ കമ്മിറ്റിയുടെ അധ്യക്ഷൻ എസ് കെ ദർ ആയിരുന്നു. പഠിച്ചു വെക്കുക കേട്ടോ. ഇതൊന്നും എല്ലായിടത്തും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന PSC സ്ഥിരമായി ചോദിക്കുന്നതൊന്നല്ല, പക്ഷെ വേണമെങ്കിൽ ഇനി ചോദിച്ചേക്കാം. മേജർ കമ്മിറ്റിയിൽ പെടുന്നത് ഏതെല്ലാം, മൈനർ കമ്മിറ്റിയിൽ പെടുന്നത് ഏതെല്ലാം, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദിച്ചേക്കാം കേട്ടോ. ഇത്തിരി ടഫ് ആയിട്ടുള്ള എക്സാമുകളാണെങ്കിൽ അതിനകത്ത് ഇത്തരം ചോദ്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം. അടുത്ത സ്പെഷ്യൽ കമ്മിറ്റി ഓൺ എക്സാമിൻ ദ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിർമ്മിച്ച ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ, ഇത് എക്സാമിൻ ചെയ്യുന്നതിന് വേണ്ടി, അത് പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ കമ്മിറ്റി ഉണ്ടായിരുന്നു, ഒരു മൈനർ കമ്മിറ്റി. അതിന്റെ അധ്യക്ഷനാരാ? നെഹ്റു കേട്ടോ, നെഹ്റു. അപ്പോ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനെ എക്സാമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ കമ്മിറ്റി ഉണ്ടായിരുന്നു. അതിന്റെ അധ്യക്ഷനും ആര് തന്നെ? ജവഹർലാൽ നെഹ്റു. പ്രസ് ഗാലറി കമ്മിറ്റി കേട്ടിട്ടുണ്ടോ? പ്രസ് ഗാലറി കമ്മിറ്റിയുടെ അതൊരു മൈനർ കമ്മിറ്റി ആയിരുന്നു. അതിന്റെ അധ്യക്ഷ എന്ന് പറയുന്നത് ഉഷാനാഥ് സെൻ ആണ്. ഉഷാനാഥ് സെൻ. അപ്പൊ പ്രസ് ഗാലറി കമ്മിറ്റിയുടെ അധ്യക്ഷ ഉഷാനാഥ് സെൻ ആണ്. അപ്പോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്കകത്തുള്ള എല്ലാ ടൈപ്പ് ഓഫ് മേജർ കമ്മിറ്റികളും മൈനർ കമ്മിറ്റികളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. ഒരു കമ്മിറ്റി പോലും മിസ്സാക്കിയിട്ടില്ല. സോ മാക്സിമം എഫേർട്ട് എടുത്തത് വീണ്ടും റിവൈസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്